ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ട് ആ ഒരു സ്റ്റോറി ഹൈലൈറ്റ് സെക്ഷനിലോട്ടൊക്കെ ആഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഓൾറെഡി ഒരു ഹൈലൈറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പുതുതായിട്ട് ഒരു സ്റ്റോറി ഹൈലൈറ്റ്സിലോട്ട് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു സെയിം ഫോൾഡറിലോട്ട് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോൾഡറിലോട്ട് തന്നെ ആ ഒരു സ്റ്റോറിയും കൂടി എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈലിലോട്ട് എത്തുന്നതായിരിക്കും. അതിനുശേഷം ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്യുക. ഇപ്പം ഞാൻ ഒരു സ്റ്റോറി ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റോറി നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈലൈറ്റ്സ് ഫോൾഡറിലോട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ താഴെ മോർ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ടു ഹൈലൈറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോൾഡേഴ്സിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോൾഡറിലോട്ടാണ് ഈ ഒരു ഹൈലൈറ്റ്സ് ആഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഏകദേശം സെയിം ആയിട്ടുള്ള ടൈപ്പ് സ്റ്റോറീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ട് ഇതുപോലുള്ള ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി സുഖമായിരിക്കും. എന്തായാലും എനിക്ക് ഈ ഒരു ഫോൾഡറിലോട്ടാണ് ഈ ഒരു ഹൈലൈറ്റ്സ് ആഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ ആഡിങ് ടു ഹൈലൈറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ അത് ഹൈലൈറ്റ്സിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. ഇനി ഈ ഒരു ഫോൾഡർ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ആ ഒരു സ്റ്റോറി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇതാണ് ആ ഒരു പുതിയ സ്റ്റോറി. അപ്പം ഇങ്ങനെ നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോൾഡറിലോട്ട് പുതിയൊരു ഹൈലൈറ്റ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.